നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉത്തരമേഖല IG രാജ്പാൽ മീണ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. SIN നുഹ്മാൻ, CPOമാരായ സജീവൻ, S സന്ദീപ്, സീനിയർ CPO ശശീന്ദ്രൻ എന്നിവർക്കെതിരെയാണ് നടപടി. സസ്പെൻഷനിൽ സംതൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത്. ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സംഭവത്തിൽ ഇപ്പോൾ ഉൾപ്പെടാതെ നിൽക്കുന്ന പോലീസ് ഡ്രൈവർ സുഹൈറിനെതിരെയും നടപടി വേണമെന്നും സുജിത്ത്. പോലീസ് സ്റ്റേഷനുകൾ പിണറായി വിജയൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റുന്നുവെന്ന് രമേശ് ചെന്നിത്തല MLA. പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് എന്നും ഈ സംഭവത്തോടെ കേരളത്തിലെ സ്റ്റേഷനുകളിൽ മർദ്ദനം അവസാനിക്കണമെന്നും ചെന്നിത്തല. ഹൈദരാബാദിലുണ്ടായ വാഹനാപകടത്തിൽ കാട്ടകമ്പാൽ സ്വദേശിയായ യുവാവ് മരിച്ചു. ഇസ്രായേൽ മാരാത്ത് വളപ്പിൽ രാധാകൃഷ്ണൻ മകൻ രോഹിത്താണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് ഉത്തരവായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന SIN നുഹ്മാൻ, നിലവിൽ വിയൂർ സ്റ്റേഷൻ CPOമാരായ സജീവൻ, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ S സന്ദീപ്, മണ്ണുത്തി സ്റ്റേഷൻ സീനിയർ CPO ശശീന്ദ്രൻ, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി ഉത്തരമേഖല IG രാജ്പാൽ മീണ ഉത്തരവ് പുറത്തിറക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തിയ റേഞ്ച് DIG K ഹരിശങ്കർ ഉത്തരമേഖല IG രാജ്പാൽ മീണയ്ക്ക് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവായത്. അതേസമയം ഈ 4 പേരെയും പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറിനെയും സർവീസിൽ നിന്ന് പുറത്താക്കും വരെ നിയമ പോരാട്ടവും സമരവും തുടരുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ സംതൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത്. കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുജിത്ത്. സസ്പെൻഷൻ ശുപാർശയിൽ തൃപ്തിയില്ലെന്നും ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് ആവശ്യമെന്നും സുജിത്ത് വ്യക്തമാക്കി. സംഭവത്തിൽ ഇപ്പോൾ ഉൾപ്പെടാതെ നിൽക്കുന്ന പോലീസ് ഡ്രൈവർ സുഹൈറിനെതിരെയും നടപടി വേണം. ഇതിനായി ബ്ലോക്ക് കോൺഗ്രസ് കോടതിയെ സമീപിക്കും. സസ്പെൻഡ് ഉദ്ദേശിക്കുന്നതല്ല, അവരെ പിരിച്ചുവിടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ 4 പേരിൽ കൂടാതെ 5 പേരെയും സർക്കാർ പിരിച്ചുവിടണമെന്നാണ് നമ്മുടെ ആവശ്യം. അതുവരെ ഞങ്ങൾ പാർട്ടിക്കാരായിട്ട് ഞങ്ങൾ പോരാടാൻ തന്നെയാണ് തീരുമാനം. പിരിച്ചുവിടാൻ മാത്രമല്ല, അവർക്ക് ഈ തക്കതായിട്ട് ശിക്ഷ കൊടുത്ത് അവരെ നിയമപരമായിട്ട് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. സുഹൈർ ഇപ്പോൾ പഴയന്നൂരിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. അടുത്ത ദിവസം തന്നെ പഴയന്നൂരിൽ സമരം നടത്തും. രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ കക്ഷി ചേരാൻ ഉടനെ അപേക്ഷ നൽകുമെന്നും സുജിത്ത് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും അതായത് മേൽക്കൂരുള്ള എല്ലാ സ്ഥലത്തും CCTV ഉണ്ടാവണം എന്നുള്ളൊരു നിയമം നിലവിലുണ്ട്. അതിനെ ഞങ്ങൾ കക്ഷി ചേരാൻ തീരുമാനിക്കുകയാണ്. ശശീന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷന്റെ മുകൾ നിലയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഇവിടെ CCTV ഇല്ലായിരുന്നുവെന്നും സുജിത്ത് പറഞ്ഞു. ഒരു കൂട്ടുകാരനെ നിലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ ഓമനിച്ചുകൊണ്ടാണ് എന്നെ മുകളിലത്തെ നിലയ്ക്ക് കൊണ്ടുപോയത്. അത് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് സന്ദീപ് അതിൽ ചൂരലായിട്ട് വരുന്ന ഒരു ദൃശ്യം കൂടിയിട്ടുണ്ട്. അത് കൈമാറി അടിച്ചിട്ടുള്ളതാണ്. അത് ഈ ശശീധരനും ഈ സുഹൈറും കൂടി കൈമാറിക്കൊണ്ടാണ് എൻ്റെ കാലിനടിയിലേക്ക് അടിച്ചിട്ടുള്ളത്. 19-ന് കേസ് പരിഗണിക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമം ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. കുറ്റക്കാർക്കെതിരെയുള്ള വകുപ്പുകൾ മാറ്റാൻ വീണ്ടും പരാതി നൽകും. DIG ഹരിശങ്കറിനെതിരെ പരാതി നൽകണോ എന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട്. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, വൈസ് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂർ, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് നിതീഷ് എന്നിവരും പങ്കെടുത്തു. പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്തെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മർദ്ദനമേറ്റ സുജിത്തിനെ കാണിപ്പയ്യൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിന് കീഴിൽ ഒരു പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാരന് രക്ഷയില്ലെന്നും ആർക്കുവേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഇത് 4 പോലീസുകാരുടെ മാത്രം പ്രശ്നമല്ല. സംഭവത്തിന് കാരണം സർക്കാരിൻ്റെ പോലീസ് നയമാണ്. ഒരു കാരണവുമില്ലാതെ സാധാരണക്കാരെ മർദ്ദിക്കുകയാണ് പോലീസ്. അപ്പോൾ ഇത് 4 പോലീസുകാരുടെ കുറ്റം മാത്രമല്ല, അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൽ അവരെ സർവീസിൽ തന്നെ പുറത്താക്കണം.
പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് പോലീസ് നയത്തിൻ്റെ ഭാഗമാണിത്. സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുപോവുക, അവരെ ഭീകരമായി മർദ്ദിക്കുക, അവർക്ക് ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിക്കുക, എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കുക, ഇതെല്ലാം പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ്. അപ്പം 4 പോലീസുകാരെ ചെയ്തത് മാത്രമല്ല ഇവിടുത്തെ കുറ്റം. ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയത്തിൻ്റെ ഇരയാണ് ഈ പാവപ്പെട്ട സുജിത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ. സുജിത്തും വർഗീസും ശക്തമായി മുന്നോട്ടു പോയില്ലായിരുന്നുവെങ്കിൽ സംഭവം പുറത്തറിയില്ലായിരുന്നു. ഈ സംഭവത്തോടെ കേരളത്തിലെ സ്റ്റേഷനുകളിലെ മർദ്ദനം അവസാനിക്കണം. 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, സർവീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടത്. പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആക്കി മാറ്റുകയാണോ? ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് DGP അല്ല, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മൗനം നാട്ടിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് പ്രേരണയുണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്, DGP അല്ല. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്തം. ഈ 4 പേരെ ഉടനടി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് നടപടി സ്വീകരിക്കണം. അതിന് സ്വീകരിക്കാൻ കഴിയും, മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ കഴിയും. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇത്രയും വലിയൊരു സംഭവം പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? അപ്പോൾ ഇതെല്ലാം ഈ മൗനം തന്നെ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഇനിയും നാട്ടിൽ ഉണ്ടാകാനുള്ള പ്രേരണയാണ് നൽകുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സുജിത്തിനെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച രമേശ് ചെന്നിത്തല പരിപൂർണ പിന്തുണയും ഉറപ്പു നൽകി. കോൺഗ്രസ് ജില്ലാ പ്രാദേശിക നേതാക്കളും സന്നിഹിതരായിരുന്നു. രമേശ് ചെന്നിത്തല മടങ്ങിയതിനു പിന്നാലെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരും വീട്ടിലെത്തി സുജിത്തിനെ സന്ദർശിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ പിന്നോട്ടില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും വിഷയത്തിൽ നടപടികളെല്ലാം സ്വീകരിച്ചുവെന്നാണ് DIG പ്രതികരിച്ചത്. DIGയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. സംഭവത്തിൽ കുറ്റക്കാരനായ പോലീസ് ഡ്രൈവർ ഇപ്പോൾ പഴയന്നൂർ പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഇയാളും സംഭവത്തിൽ പ്രതിയാണ്. 8-ാം തീയതി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തന്നെ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സുഹൈറിനെ സർവീസിൽ നിന്ന് പുറത്താക്കുവാൻ പഞ്ചായത്ത് പ്രമേയം പാസാക്കുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഇതിൽ 5-ാമൻ അദ്ദേഹം ഇന്ന് പിന്നാമ്പുറത്താണ്, കാണാമറയത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. അദ്ദേഹം ഇതിൽ പ്രതിയാണ്. അദ്ദേഹമാണ് CCTV ഇല്ലാത്ത മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സുജിത്തിൻ്റെ കാലിൻ്റെ അടിയിൽ 45 തവണ അടിച്ചത്. അവനെ ചാടിക്കാതെ ഞങ്ങൾ ഈ സമരം നിർത്തുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച 8-ാം തീയതി അവധി കഴിഞ്ഞ് വരുന്ന ആദ്യ ദിവസം തന്നെ ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് അവിടേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി സർക്കാരിന് സമർപ്പിക്കും. മറ്റു വാർത്തകൾ. ഹൈദരാബാദിലുണ്ടായ വാഹനാപകടത്തിൽ കാട്ടകമ്പാൽ സ്വദേശിയായ യുവാവ് മരിച്ചു. ഇസ്രായേൽ മാറാത്തുവളപ്പിൽ രാധാകൃഷ്ണൻ മകൻ രോഹിത്താണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഹൈദരാബാദിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജറായിരുന്ന രോഹിത് കൊടൈക്കനാലിൽ വിനോദയാത്ര നടത്തി മടങ്ങി വരുന്നതിനിടെ ചെർള ഫ്ലൈ ഓവറിൽ വെച്ച് ഇവർ സഞ്ചരിച്ച സ്കോർപിയോ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചെർള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഹിത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇവിടം തുടർച്ചയായി അപകടം നടക്കുന്നതാൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച പ്രദേശമാണെന്നും CCTV ദൃശ്യപരിശോധന നടത്തുമെന്നും സ്ഥലത്തെ SI ജയപ്രസാദ് അറിയിച്ചു. പരേതയായ സിന്ധുവാണ് രോഹിത്തിൻ്റെ മാതാവ്. രാഹുൽ സഹോദരനാണ്. മൃതദേഹം ശനിയാഴ്ച കാലത്ത് വീട്ടിലെത്തിച്ച് ഉച്ചയോടെ ചെറുതുരുത്തി ശാന്തിതീരത്ത് സംസ്കാരം നടത്തി. ഏനമാവ് പാലത്തിൽ നിന്ന് പുഴയിൽ ചാടിയ യുവതി മരിച്ചു. ഏനമാവ് റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്ന ഏനമാവ് പാലത്തിന് മുകളിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് യുവതി പുഴയിലേക്ക് ചാടിയത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം അറിയിച്ചതനുസരിച്ച് പാവറട്ടി പോലീസും ഗുരുവായൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പുഴയിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 30 വയസ്സിനടുത്ത് പ്രായം തോന്നിപ്പിക്കുന്ന യുവതി ചുരിദാറാണ് ധരിച്ചിരുന്നത്. മൃതദേഹത്തിൽ ലഭിച്ച പാൻ കാർഡിൽ വിജി എന്ന പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മദർ തെരേസ അനുസ്മരണവും സാരി വിതരണവും സംഘടിപ്പിച്ചു. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ സിസ്റ്റർ ഡാനി മരിയ ഉദ്ഘാടനം ചെയ്തു.
ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് CA മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി PP വർഗീസ് സാരി വിതരണം നിർവഹിച്ചു. സിസ്റ്റർ റോസ്ലിൻ ചിറ്റിലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. PI ലാസർ മാസ്റ്റർ, അനിൽ കല്ലാറ്റ്, ജോർജ് പോൾ നീലങ്കാവിൽ, ജോസ് ചക്രമാക്കിൽ, KMK നായർ എന്നിവർ സംസാരിച്ചു. ലോസൻ മാത്യു, മേഴ്സി ജോയ്, ചീരൻ ഫ്രാൻസിസ്, CA വർക്കി, KR ജോർജ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. 150ഓളം അർഹരായ അമ്മമാർക്ക് സാരികൾ നൽകി. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായി. ഗുരുവായൂരിൽ 3 പതിറ്റാണ്ടായി ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമാണ് മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ്. പോയകാല നന്മകളുടെ ഗൃഹാതുരമായ സ്മരണകളോടെ നാട് ഓണാഘോഷം ആവേശകരമാക്കുകയാണ്. വിവിധ കൂട്ടായ്മകളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംഘം യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി കരുണാലയത്തിലെ അന്തേവാസികളോടൊപ്പം ഓണം ആഘോഷിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ CP ജാബിർ മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. സംഘം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് NM വിഷ്ണു, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരനാരായണൻ, സജി മാത്യു, ബിജു ജോൺ, സംഘം യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അമൽ, ആദിത്യൻ, മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. മത്സരങ്ങളിൽ വിജയികളായ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് മൊമന്റോയും വൃക്ഷത്തൈകളും സമ്മാനമായി നൽകി. സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ നിരാലംബരും പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സിസ്റ്റർമാരായ ഏലി ശുഭ OCC, യൂലിറ്റി OCC എന്നിവരെ പ്രകൃതി സംരക്ഷണ സംഘം പ്രവർത്തകർ അനുമോദിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടിയിൽ വികാരി റവറന്റ് ഫാദർ ഷാജി കൊച്ചിപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ കുടുംബക്കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര, കുട്ടിമാവേലി, തീറ്റ മത്സരം, സ്പൂൺ റേസ്, സാരി ഉടുപ്പിക്കൽ, പൂക്കള മത്സരം, ബോൾ പാസിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടന്നു. എല്ലാവർക്കും പാലട പായസം വിതരണം ചെയ്തു. യൂത്ത്, സീനിയർ CLC ഒരുക്കിയ ഓണവിഭവങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. ആഘോഷ പരിപാടികൾക്ക് അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ തോമസ് ഊക്കൻ, കൈക്കാരന്മാരായ സെബി താണിക്കൽ, ബാബു VK, പോളി KP, ഡേവിസ് CK, കേന്ദ്രസമിതി കൺവീനർ ജോൺ പോൾ, PRO ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ സ്രായിൽ അക്ഷര കലാകായിക സാംസ്കാരിക വേദിയുടെ 24ാം വാർഷികാഘോഷവും ഓണാഘോഷവും പ്രശസ്ത കവിയും ഗാനരചയിതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അക്ഷര ക്ലബിന്റെ രക്ഷാധികാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ TS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷീജ സുഗതൻ മുഖ്യാതിഥിയായി. അക്ഷര സെക്രട്ടറി MV അനേക് സ്വാഗതവും പ്രസിഡന്റ് PR സൗരവ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. T പത്മരാജന്റെ പേപ്പട്ടി എന്ന ചെറുകഥയുടെ അക്ഷര വില്ലേജ് തിയേറ്റർ അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്രനടയിൽ തിരുവോണനാളിലെ തിരുവാതിരക്കളിയും പഞ്ചാരിമേളവും ഭക്തജനങ്ങൾക്ക് ആരവമായി. ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ 3ാമത് ഓണാഘോഷ പരിപാടി വെള്ളിയാഴ്ച നടപ്പുരയിൽ പുലർച്ചെ വലിയ പൂക്കളമൊരുക്കി. തുടർന്ന് രാവിലെ 7-ന് ദീപം തെളിയിച്ച ശേഷം പട്ടുശ്ശേരി പിഷാരത്ത് സത്യഭാമ പിഷാരസ്യാരുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ പട്ടുശ്ശേരി കൃഷ്ണകൃപ കൈകുട്ടിക്കളി സംഘമാണ് തിരുവാതിരക്കളി നടത്തിയത്. തുടർന്ന് വെളുത്തുരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ 51 പേരുടെ പഞ്ചാരിമേളവും ഉണ്ടായി. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലിക്കര മുലക്കാട് ക്ഷേത്രത്തിലേക്കും കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും ആഘോഷങ്ങൾ നടത്താറുണ്ട്. തിരുവാതിരക്കളി ടീം അംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, CDS വർക്കർമാർ, പാലിയേറ്റീവ് അംഗങ്ങൾ എന്നിവർക്ക് ഓണക്കിറ്റും ഓണക്കോടിയും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K റഷീദ് അധ്യക്ഷനായി. പഞ്ചായത്തിലെ 72ഓളം അതിദരിദ്ര കുടുംബങ്ങളിലേക്ക് ഓണക്കിറ്റുകൾ വിതരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഖാലിദ് പനങ്ങാവിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രുക്മിയ സുധീർ, CDS ചെയർപേഴ്സൺ പ്രബിന സത്യൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ വിനീത, ഷീബ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച് വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. തുടർന്ന് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കുകയും പായസ വിതരണവും നടത്തി. പള്ളി വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ VL ജോർജ്, ജോഷി, റിൻഡോ, അനുജിത്ത് എന്നിവർ നേതൃത്വം നൽകി.
മതജാതി ഭേദങ്ങളെ അതിജീവിച്ച് സഹജീവിതത്തിന്റെയും പങ്കിടലിന്റെയും മഹത്വമാണ് ഓണം സമൂഹത്തിന് പകർന്നു നൽകുന്നതെന്ന് സാമൂഹിക പ്രവർത്തകൻ MN സലാഹുദ്ദീൻ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് മോഡേൺ നഗറിൽ ഓണം സൗഹൃദവേദി സംഘടിപ്പിച്ച ഒരുമിച്ചൊരോണവും സൗഹൃദ സംഘവും എന്ന പേരിൽ നടന്ന ഓണാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകനും മീഡിയ വൺ ചാനൽ ഡോക്യുമെന്ററി സംവിധായകനുമായ CM ഷെരീഫ് മുഖ്യാതിഥിയാവുകയും ഈയിടെ MBBS ഉന്നത വിജയം കരസ്ഥമാക്കിയ പെരുമ്പിലാവ് സ്വദേശിനി ഡോക്ടർ അഹ്ലസി അലിയെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ഓണാഘോഷ മത്സരങ്ങളിൽ കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു. ഉറിയടി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കസേരക്കളി, നൃത്തം എന്നിവയിൽ മത്സരിച്ച് വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. നിഷാദ് ആൽത്തറ, സനീഷ്, ദിലീപ്, പ്രദീപ്, ഷാജി, ബബീഷ്, MA ഖമറുദ്ദീൻ, വിജയൻ, CM താഹ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ 12ാം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഓണപ്പുടവ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ മുനീറ അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് ഓണക്കോടി വിതരണം ചെയ്തത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, CDS മെമ്പർ, വയോജനങ്ങൾ, നഗരസഭയുടെ കീഴിലുള്ള അമിനറ്ററി സെന്ററിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ തുടങ്ങിയവർക്കാണ് ഓണപ്പുടവകൾ വിതരണം ചെയ്തത്. കലശമരയിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പരിപാടികളുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു വിശിഷ്ടാതിഥിയുമായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ചിത്ര വിനോബാജി, മീന സാജൻ, TR ഷോബി, വാർഡ് മെമ്പർ ഷിബു കോലാടി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രമുഖർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് BDO അമൽ ദാസ് നന്ദിയും പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ചൊവ്വന്നൂർ, പോർക്കുളം പഞ്ചായത്തുകൾ സംയുക്തമായി പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി അതുൽ നറുക്കര അവതരിപ്പിച്ച ഫോക്ക് ഗ്രാഫ് സംഗീത നിശ കാണികളുടെ മനം കവർന്നു. സുനിൽ പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 6 വൈകുന്നേരം 7 മണിക്ക് പ്രസീത ചാലക്കുടി നയിക്കുന്ന ഉറവ് 2025 ഉണ്ടായിരിക്കും. സമാപന ദിവസത്തിൽ പ്രാദേശിക കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണം ആഘോഷിച്ചു. അവിട്ടം നാളിൽ നടന്ന ആഘോഷത്തിൽ വിവിധ സൗഹൃദ മത്സരങ്ങളും നാടൻ കളികളും അരങ്ങേറി. കുട്ടികളും മുതിർന്നവരും ഉത്സാഹത്തോടെ പങ്കെടുത്തു. പൂക്കള മത്സരത്തിൽ വിജയിച്ചവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും മറ്റും എല്ലാവർക്കും ട്രോഫികളും സമ്മാനമായി നൽകി. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, മറ്റു സേവാ സമിതി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് ഓവുങ്ങൽ നാട്ടുകൂട്ടം ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓവുങ്ങൽ ചട്ടിക്കൽ പറമ്പിൽ നടന്ന ഓണാഘോഷം ആർട്ടിസ്റ്റ് ഗായത്രി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജാഫർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തക പാർവതി ഗുരുവായൂർ മുഖ്യാതിഥിയായി. MK അസ്ലം, ഷീജ ടീച്ചർ, ജൂനിത ടീച്ചർ, CR ഹനീഫ, KV അലിഖാൻ, സത്യൻ, റസാഖ് ആലുംപടി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ നടന്നു. വിജയികൾക്കുള്ള സമ്മാനദാനം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ പ്രേമാജി പിഷാരടി നിർവഹിച്ചു. സെക്രട്ടറി ഉമേഷ് സ്വാഗതവും ഷെരീഫ് നന്ദിയും പറഞ്ഞു. NK നൌഷാദ്, മോഹൻദാസ്, രതീഷ്, സുരേഷ്, ചന്ദ്രൻ, കുട്ടൻ, മുത്തലിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. KPCC സോഷ്യൽ മീഡിയ വിംഗ് ചെയർമാൻ സ്ഥാനം VT ബൽറാം രാജിവെച്ചു. കോൺഗ്രസിന്റെ എക്സ് പേജിലെ BD ബീഹാർ എന്ന പോസ്റ്റ് തുടർന്നാണ് രാജി. BDയുടെ GST കുറച്ചതിനെതിരായ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് പോസ്റ്റാണ് വിവാദമായത്. BDയും ബീഹാറും Bയിലാണ് തുടങ്ങുന്നത്, അതിനാൽ ഇനി മുതൽ അത് ദോഷകരമല്ലെന്നും ആയിരുന്നു സാമൂഹ്യ മാധ്യമ പോസ്റ്റ്. വിവാദമായതോടെ കോൺഗ്രസ് എക്സ് പോസ്റ്റ് പിൻവലിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ GST പരിഷ്കാരങ്ങളെ ബീഹാറുമായി ബന്ധപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. പോസ്റ്റ് പ്രചരിച്ചതോടെ BJPയും JDUവും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എരുമപ്പെട്ടി കരിയന്നൂർ DYFI യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണോത്സവം സംഘടിപ്പിച്ചു. കരിയന്നൂരിന്റെ മതേതര കൂട്ടായ്മയായ 24ാമത് ഗ്രാമീണോത്സവം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണോത്സവം രക്ഷാധികാരി കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വെറ്റിനറി യൂണിവേഴ്സിറ്റി അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ലത സുധീഷ്, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, DYFI ബ്ലോക്ക് സെക്രട്ടറി CR രാഹുൽ, ഗ്രാമീണോത്സവം ചെയർമാൻ TR ഉദയൻകുമാർ, DYFI എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി MB വിനീത് എന്നിവർ സംസാരിച്ചു. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ TM രമ്യ, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിഭാഗത്തിൽ 11ാം റാങ്ക് നേടിയ ഫാത്തിമ റസ്ലിൻ,
തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തീകരിച്ച ഡോക്ടർ ആൻലിറ്റ ബിജു, തൊഴിലുറപ്പ് രംഗത്ത് ഏറ്റവും പ്രായം കൂടിയ തൊഴിലാളി അമ്മിണിക്കുട്ടൻ, കാർത്യായനി, ഹരിതകർമ്മസേനാംഗങ്ങളായ ജാനകിദാസൻ, രാധാമോഹനൻ, ഗസൽ ഗായകൻ ഷിഹാബ് പാലപ്പെട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷാ വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. VV വിവേക്, വൈശാഖ്, MK രമേശ്, സൗമ്യ രാഗേഷ്, TR ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദ്രഗ്രഹണത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്ര നട ഞായറാഴ്ച നേരത്തെ അടയ്ക്കും. തൃപ്പുക ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് രാത്രി 9:30 നട അടയ്ക്കും. അത്താഴ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ എന്നീ പ്രസാദങ്ങൾ ഷീട്ടാക്കിയ ഭക്തർ രാത്രി 9-ന് മുൻപായി അവ കൈപ്പറ്റണം. അടുത്ത ദിവസം രാവിലെ പ്രസാദങ്ങൾ ലഭിക്കുന്നതല്ലെന്നും ദേവസ്വം അറിയിച്ചു. പൊതു അവധി ദിവസമായതിനാൽ ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശന നിയന്ത്രണവും ഉണ്ടായിരിക്കും. എരുമപ്പെട്ടിക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ എരുമപ്പെട്ടിയൻസിന്റെ നേതൃത്വത്തിൽ ദുബായ് അബുഹെൽ ഗ്രൗണ്ടിൽ 1ാമത് ഫുട്ബോൾ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു. 1 വർഷം മുൻപ് രൂപീകരിച്ച സംഘടനയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഫുട്ബോൾ ടൂർണമെന്റ്. പ്രശസ്ത UAE ഇന്റർനാഷണൽ ടീം പ്ലെയർ തനീഷ് സൂരി ഉദ്ഘാടനം ചെയ്തു. 6 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 5 മണിക്കൂറോളം നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ തണ്ടർ ബയേഴ്സ് FCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തി വോൾഫ്സ് FC കപ്പെടുത്തു. എരുമപ്പെട്ടിക്കാരുടെ സൗഹൃദ കൂട്ടായ്മയിൽ 200ഓളം പേർ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മേഖലയിൽ മഹല്ലകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. മൗലിദ് സദസ്സുകൾ, പ്രഭാഷണ പരമ്പര, കുട്ടികളുടെ കലാപരിപാടികളടക്കം അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി പെരുമണ്ണൂർ സെൻട്രൽ മഹല്ല് കമ്മിറ്റിയുടെയും ഹിദായത്ത് സുബിയാൻ മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന നബിദിനാഘോഷം മൗലിദ് പാരായണത്തോടെ ആരംഭിച്ചു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് ഷാജി പതാക ഉയർത്തി. ശേഷം കുട്ടികൾ വിവിധ പരിപാടികളോടെ അണിനിരന്ന ഘോഷയാത്ര നടത്തി. മധുരപലഹാര വിതരണം, സന്ദേശ പ്രഭാഷണം, കുട്ടികളുടെ കലാപരിപാടികൾ, സമ്മാനദാനം എന്നിവയും നടന്നു. മഹല്ല് ഖതീബ് ഉനൈസ് സഖാഫി കരുവമ്പലം നബിദിന സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് ഷാദുലി M, റഷീദ്, ഷാജി, ഷബീർ എന്നിവർ നേതൃത്വം നൽകി. വടുതല ഉള്ളിശ്ശേരി മസ്ജിദുൽ ബദരിയ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 7:30 ചെയർമാൻ KA അസി പതാക ഉയർത്തി. തുടർന്ന് ഘോഷയാത്രയും 11 മൗലിദ് പാരായണവും നടന്നു. വൈകിട്ട് 7 മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. പ്രസിഡന്റ് മുഹമ്മദ് നബിദിന സന്ദേശം നൽകി. സമ്മാന വിതരണം, ദഫ്മുട്ട് പ്രദർശനം, സമാപന പ്രാർത്ഥന തുടങ്ങിയവയും നടന്നു. മീലാദ് ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 3 മുതൽ 6 വരെ മതപ്രഭാഷണവും മറ്റ് കലാപരിപാടികളും നടന്നിരുന്നു. തൊട്ടാപ്പ് മുണ്ടൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. തൊട്ടാപ്പ് റോയൽ ഓഡിറ്റോറിയം പരിസരം, ഫോക്കസ് സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ നിന്ന് നബിദിന റാലികളുണ്ടായി. ഹംസ മുണ്ടൻസ്, ഷാഹു, ഹനീഫ, ബദ്രുദ്ദീൻ, നിഷാദ് എന്നിവർ നേതൃത്വം നൽകി. നബിദിന റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പ്രഭാത ഭക്ഷണവും മധുരവും അടങ്ങിയ കിറ്റും നൽകി സ്വീകരിച്ചു. പോർക്കിളങ്ങാട് ഗുവത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും ഹിദായത്തുൽ അനാം യുവജന സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് പള്ളി പ്രസിഡന്റ് ജാഫർ മുസ്ലിം വീട്ടിൽ പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് സലാം മുസ്ലിയാർ, ഉസ്താദുമാരായ മുസ്തഫ നുജൂമി, ബഷീർ സഖാഫി, ഷഫീഖ് റഹ്മാനി, ഹിദായത്തുൽ അനാം സംഘടനാ ഭാരവാഹികളായ മുഹമ്മദ് ആഷിഖ്, അജ്മൽ എന്നിവർ സംബന്ധിച്ചു. ദഫമുട്ടിന്റെയും തക്ബീർ ധ്വനികളുടെയും അകമ്പടിയോടെ മദ്രസ വിദ്യാർത്ഥികൾ അണിനിരുന്ന നബിദിന റാലി വർണ്ണാഭമായി. നബിദിന റാലിക്ക് പോർക്കിളങ്ങാട് HMCയുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി. റാലിയിൽ പങ്കെടുത്തവർക്ക് മധുരപാനീയങ്ങളും വിതരണം ചെയ്തു. ഇളവള്ളി നോർത്ത് മഹലിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. എളവള്ളി നോർത്ത് മസ്ജിദിൽ നിന്ന് ആരംഭിച്ച് മമ്മായിപ്പാറ വഴി മസ്ജിദിലെത്തി സമാപിച്ചു. ദഫമുട്ടിന്റെയും അറബിക് ഡാൻസിന്റെയും തക്ബീർ ധ്വനികളുടെയും അകമ്പടിയോടെ നടന്ന റാലിക്ക് എളവള്ളി സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിന് മുൻപിൽ സ്വീകരണം നൽകി. ഇടവക കൈക്കാരന്മാരായ ജോൺസൺ ചാലക്കൽ, വിൻസെന്റ് പുലിക്കോട്ടിൽ, ഇഗ്നേഷ്യസ് തട്ടിൽ എന്നിവരും വിശ്വാസികളും ചേർന്നാണ് റാലിക്ക് സ്വീകരണമൊരുക്കിയത്. മഹല്ല് ഖത്തീബ് ഹുസൈൻ ജുമൈലി തങ്ങൾ, റാലി ക്യാപ്റ്റൻ PA മുഹമ്മദ്, ഹാഷിം സഖാഫി, അനീർ അഷ്റഫി, മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ ഖബീർ, ചെയർമാൻ PU ഖമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി.
തലക്കോട്ടുകര ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി വി.കെ. പതാകയുയർത്തി. മൗലൂദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് ജാഫർ സഖാഫി, ഉണ്ണീൻകുട്ടി സഹദി, നസറുദ്ദീൻ ഹാഷിമി എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അബൂബക്കർ ടി.എം, ജോയിന്റ് സെക്രട്ടറിമാരായ ഷബീർ പി.എസ്, മുത്തുണ്ണി ടി.എം, വൈസ് പ്രസിഡന്റുമാരായ സലീം ഹാജി, അബ്ദുൾ റസാഖ് ഹാജി, ജമാലുദ്ദീൻ ഹാജി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാന വിതരണവും നടത്തി. കറുകപ്പുത്തൂർ ചാലാച്ചിക്കര നൂരിയ മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. സ്ഥലം ഖത്തീബ് ബഷീർ സഖാഫി മാപ്പാട്ടുകര, അബ്ദുൾ ബസ്വീർ സഖാഫി പുല്ലരിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് മാനുക്ക പടിഞ്ഞാറെ പീടികയിൽ പതാകയുയർത്തി. സെക്രട്ടറി ഹിഷാബ്, ട്രഷറർ ബക്കർ, കമ്മിറ്റി ഭാരവാഹികളും മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും ദഫമുട്ടും സംഘടിപ്പിച്ചു. വെട്ടുകാട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആഘോഷങ്ങൾ ആളൂർ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും വെട്ടുകാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും SYS, MYF എന്നീ യുവജന സംഘടനകളുടെയും സഹകരണത്തോടെ റാലി സംഘടിപ്പിച്ചു. ദഫമുട്ട്, അർബനമുട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയ വിവിധയിനം കലാപരിപാടികളും നടന്നു. ഖത്തീബ് അബ്ദുസമദ് അൻവരി, യൂസുഫ് സ അദി, മഹല്ല് പ്രസിഡന്റ് KK അബൂബക്കർ, ജനറൽ സെക്രട്ടറി MM മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി. രാത്രി 7 മണിക്ക് ഇരു മദ്രസാംഗണത്തിലുമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി ചെറുതുരുത്തി യുവജന അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് റാലിക്ക് സ്വീകരണം നൽകിയത്. റാലിയിൽ പങ്കെടുത്തവർക്ക് മധുരപലഹാരവും ശീതളപാനീയവും നൽകി. പെരുന്തുരുത്തി റുക്നുദ്ദീൻ കമാലിയ ജുമാ മസ്ജിദിൽ നിന്നുള്ള നബിദിന റാലിക്കാണ് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. CK സൂരജ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ, പഞ്ചായത്ത് അംഗം ബിന്ദു മനോഹരൻ, മഹല്ല് പ്രസിഡന്റ് CM ഗഫൂർ, KA രതീഷ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ദഫമുട്ടും അവതരിപ്പിച്ചു. തൃത്താല ആനക്കരയിൽ കുമ്പിടി ടൗണിലെ ATM കൗണ്ടറിന് നേരെ കല്ലേറ്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കുമ്പിടി പെരുമ്പലം സ്വദേശി വിജീഷാണ് കല്ലെറിഞ്ഞത്. പ്രതി തൃത്താല പോലീസിന്റെ പിടിയിലായി എന്നാണ് സൂചന. SNDP യോഗം കുന്നംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ജയന്തി ആഘോഷം. പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന കുമാരനാശാൻ നഗറിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മഹാമണ്ഡലേശ്വര സ്വാമി HH പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. രംഗപൂജ, പ്രാർത്ഥനാ ഗാനാലാപനം, വിവിധ കലാപരിപാടികൾ, യോഗ പ്രദർശനം എന്നിവ ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ വിവിധ ചടങ്ങുകൾ നടക്കും. രാവിലെ 10 മണിക്ക് ജയന്തി ഘോഷയാത്ര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച് നഗരപ്രദക്ഷിണം നടത്തിയ ശേഷം കുമാരനാശാൻ നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ഗുരുജയന്തി സാംസ്കാരിക സമ്മേളനം ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് CS ഋതിക് ഉദ്ഘാടനം ചെയ്യും. EV ശങ്കരനാരായണൻ ആദരവ് നിർവഹിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. SNDP യോഗം കുന്നംകുളം യൂണിയൻ പ്രസിഡന്റ് KM സുകുമാരൻ, സെക്രട്ടറി PK മോഹനൻ, യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് KR റിജിൽ, ഡയറക്ടർ ബോർഡ് അംഗം ചന്ദ്രൻ കിളിയാമ്പറമ്പിൽ, യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ അനിൽ മൂത്തേടത്ത്, KS ഷെൽജി, പ്രോഗ്രാം രക്ഷാധികാരി EV ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്ദലാംകുന്ന് GFUP സ്കൂളിനെ വിജയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതിൽ നേതൃത്വം നൽകിയ പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്തിനെ അധ്യാപക ദിനത്തിൽ PTA കമ്മിറ്റി അംഗങ്ങൾ വീട്ടിലെത്തി ആദരിച്ചു. PTA പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന്, SMC ചെയർപേഴ്സൺ റസിയ ഫിറോസ്, മദർ PTA പ്രസിഡന്റ് ഷാമില റൌഫ്, SMC വൈസ് ചെയർമാൻ VH റബിയത്ത്, കമ്മിറ്റി അംഗങ്ങളായ ഐഷ ഷമീർ, റസിയ ഫസലു എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാൾ 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള മുട്ടുകുത്തൽ വഴിപാട് ഭക്തി നിർഭരമായി. പ്രസിദ്ധമായ 8 നോമ്പ് റാസ ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കും. വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന സുവിശേഷ യോഗത്തിന് ശേഷം വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ നാളുകളിൽ ദൈവമാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായ വിശ്വാസികൾ ദൈവമാതാവിൻ്റെ
സുനോറോ പേടകത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തി. തുടർന്ന് പള്ളിക്ക് ചുറ്റും മധ്യസ്ഥത യാചിച്ച് 3 തവണ മുട്ടുകുത്തി വഴിപാട് നടത്തി. രാത്രി 9:30 ആരംഭിച്ച മുട്ടുകുത്തൽ രാത്രി 12 മണി വരെ തുടർന്നു. നിരവധി പേർ പ്രാർത്ഥനയോടെ പങ്കാളികളായി. ശനിയാഴ്ച രാവിലെ പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മനു തങ്കച്ചൻ, ഫാദർ ജോബി പാപ്പാളി എന്നിവർ സഹകാർമ്മികരായി. ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. 11 മണിക്ക് അനുസ്മരണ സമ്മേളനം, 12-ന് പ്രൊഫസർ CP ബാബു നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചരിത്രപ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, പ്രത്യേക പ്രാർത്ഥനകളോടെ വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തിറങ്ങുന്ന ദൈവമാതാവിൻ്റെ വിശുദ്ധ സുനോറോ പുറത്തെടുത്ത വിശ്വാസികൾ വണങ്ങും. തുടർന്ന് അത്താഴ സദ്യ ഉണ്ടാകും. സെപ്റ്റംബർ 8 തിങ്കളാഴ്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം തുടർന്ന് വാദ്യമേളനോട് കൂടിയ പെരുന്നാൾ ആഘോഷമുണ്ടാകും. തിങ്കളാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, 8 മണിക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പെരുന്നാൾ സന്ദേശം, ആശീർവാദം എന്നിവ നടക്കും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പെരുന്നാൾ ആഘോഷം വൈകിട്ട് 4 മണിക്ക് പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബ, ആശീർവാദത്തിന് ശേഷം കൈമുത്ത്, തുടർന്ന് നേർച്ച സദ്യ എന്നിവ ഉണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ മൈക്കൽ ഗീവർഗീസ്, സെക്രട്ടറി PK സക്കറിയ, ട്രഷറർ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകും. സംബന്ധിച്ചിടത്തോളം വളരെ അനുഭവപൂർണമായ പെരുന്നാളാകുന്നു ദൈവമാതാവിൻ്റെ ജനപ്പെരുന്നാൾ. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റുള്ളതായ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. 8-ാം തീയതി രാവിലെ 8 മണിക്ക് നമസ്കാരവും തുടർന്ന് അഭിനന്ദ മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഉണ്ടായിരിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് അങ്ങാടി ചുറ്റുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാകുന്നു. ദൈവമാതാവിൻ്റെ ജനപ്പെരുന്നാളിന് എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സെന്റ് ആന്റണീസ് കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഞായറാഴ്ച നടക്കും. രാവിലെ 7:30 ഇടവക ദേവാലയത്തിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മവും നടക്കും. പിന്നീട് സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടാകും. വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ പോൾ കാക്കശ്ശേരി, സണ്ണി കാക്കശ്ശേരി, പ്രിൻസൺ ചാലക്കൽ, കപ്പേള നിർമ്മാണ കമ്മിറ്റി കൺവീനർ വിൻസെന്റ് കണ്ണനായ്ക്കൽ എന്നിവർ നേതൃത്വം നൽകും. വിപണി ആധുനിക സൗകര്യങ്ങളോടുകൂടി ജില്ലയിലെ ആദ്യത്തെ ഹെൽമറ്റ് സാനിറ്റേഷൻ സെന്റർ ഹെൽത്ത് മെറ്റ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിൽ കാക്കശ്ശേരി സൂക്കിന് മുമ്പിൽ പ്രവർത്തനം ആരംഭിച്ച ഹെൽത്ത് മെറ്റിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സംരംഭത്തിന്റെ സ്ഥാപകരായ തോംസൺ P. ജോസ്, രചന ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. സ്ഥിരമായി ഹെൽമറ്റ് ഉപയോഗിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായ മുടികൊഴിച്ചിൽ, താരൻ, മറ്റ് ത്വക്ക് രോഗങ്ങൾ വെറും 4 മിനിറ്റ് കൊണ്ട് ഇനി എളുപ്പത്തിൽ പരിഹരിക്കാം. UVC ലൈറ്റ് ഉപയോഗിച്ച് ഹെൽമറ്റിനുള്ളിലെ ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ് എന്നിവ പൂർണ്ണമായും അണുവിമുക്തമാക്കി സാനിറ്റൈസ് ചെയ്ത് സുഗന്ധപൂർണമായി തിരികെ ലഭിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഹെൽത്ത് മെറ്റ് എന്ന ഉപകരണം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഏതൊരാൾക്കും ഈ ഓട്ടോമാറ്റിക് മെഷീൻ എളുപ്പത്തിൽ സ്വന്തമായി പ്രവർത്തിപ്പിക്കാനും കഴിയും. അറിയിപ്പ്. പുന്നൂർക്കുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂളിൽ ഹാജരാകണം. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും മുൻഗണനയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,945 രൂപ, സ്വർണം പവന് 79,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 133 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം, പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉത്തരമേഖല IG രാജ്പാൽ മീണ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. SI N നുഹ്മാൻ, CPOമാരായ സജീവൻ, S സന്ദീപ്, സീനിയർ CPO ശശീന്ദ്രൻ എന്നിവർക്കെതിരെയാണ് നടപടി. സസ്പെൻഷനിൽ സംതൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത്. ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സംഭവത്തിൽ ഇപ്പോൾ ഉൾപ്പെടാതെ നിൽക്കുന്ന പോലീസ് ഡ്രൈവർ സുഹൈറിനെതിരെ നടപടി വേണമെന്നും സുജിത്ത്. പോലീസ് സ്റ്റേഷനുകൾ പിണറായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല MLA. പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് എന്നും ഈ സംഭവത്തോടെ ഇത് കേരളത്തിലെ സ്റ്റേഷനുകളിൽ മർദ്ദനം അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല. ഹൈദരാബാദിലുണ്ടായ വാഹനാപകടത്തിൽ കാട്ടകമ്പാൽ സ്വദേശിയായ യുവാവ് മരിച്ചു. ഇസ്രായേൽ മാരാത്ത് വളപ്പിൽ രാധാകൃഷ്ണൻ മകൻ രോഹിത്താണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.